പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഞാനിവിടെ ബുധനെ നമസ്കരിക്കും. ശ്ലോകത്തിൻ്റെ അന്തസ്സാരം ശ്ലോകം അതാണ്, ആശയം. ബാക്കി ബുധൻ്റെ വിശേഷണങ്ങളാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ബുധൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2026 മെയ് 15 കാലത്ത് 12:30 ബുധൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. നാം പ്രത്യേകിച്ച് ഓരോ ഗ്രഹങ്ങളെയും ചാരവശാലുള്ള മാറ്റങ്ങൾ പറയാറുണ്ട്. കാരണം ചാരവശാൽ ഓരോ ഗ്രഹത്തിനും ഓരോ ധർമ്മമുണ്ട്. വചനം ജ്ഞാനം ഇന്തോഹോ തനുജഹ. ചന്ദ്രപുത്രനായ ബുധൻ വചനം വാക്കാണ്, ജ്ഞാനം അറിവാണ്. അതിന് പുറമെ ലോകത്തിലെ എല്ലാ മേഖലകളും പെട്ടെന്ന് ഫലം കിട്ടുന്ന, പെട്ടെന്ന് ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ. ഏത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്ത് ഫലമാണ്. പക്ഷെ ബുധനെ കൊണ്ട് പറയുമ്പോൾ ബുധ ഫലദസ്തു സർവദാ, ഏത് സമയത്തും ബുധൻ ഫലം ചെയ്യും. പലപ്പോഴും സൂര്യനോടുകൂടെ ബുധൻ നിൽക്കുന്നു, അത് നിപുണയോഗമാണ്. അവിടെയൊക്കെ ബുധന് പെട്ടെന്ന് മൗഢ്യം കൊടുക്കും. എങ്കിലും ഏകരാശിയിൽ സൂര്യൻ ബുധന് നിൽക്കുകയാണെങ്കിൽ ആ മൗഢ്യത്തിന് വളരെ പ്രസക്തിയില്ല. 2 രാശികളായി ബുധൻ മൗഢ്യത്തോടുകൂടെ നിൽക്കുമ്പോൾ അതിന് പ്രസക്തിയുണ്ട്, ബുദ്ധിമുട്ടുണ്ടാകും. പലപ്പോഴും പറയാറുണ്ട്, മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന്. ലോകത്തിലെ എല്ലാവിധ ഗാംബ്ലിംഗ് പ്ലാനറ്റുമാണ് ബുധൻ. ലോട്ടറിയായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളായാലും, പ്രിൻറ്റിംഗ് ടെക്നോളജി ആയാലും, ഇന്നത്തെ AI ടെക്നോളജി ആയാലും, ഈവൻ ജ്യോതിഷവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലായാലും ബുധൻ നല്ല സ്ഥാനത്താണെങ്കിൽ നല്ല ബുദ്ധി, നല്ല വിഷയത്തിലുള്ള അവഗാഹം ബുധനുണ്ടാക്കും. പാണ്ഡിത്യം, സുവചനം, കലാസു നിപുണതാം, അറിവ്, കലകളിലുള്ള താല്പര്യം, ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ബുധൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്. ആ ബുധൻ വ്യാഴത്തോടുകൂടി വന്നാൽ അയാൾ സംഗീതവും നൃത്തവും ഇഷ്ടപ്പെടും. ആ ബുധൻ ശുക്രനോടുകൂടി വന്നാൽ അയാൾ വലിയ അറിവും പണ്ഡിതനും ലീഡർഷിപ്പും ഉണ്ടാക്കും. ആ ബുധൻ ചൊവ്വയോടുകൂടി വന്നാൽ വലിയ വ്യാപാരിയാകും. ആ ബുധൻ ശനിയോടുകൂടി വന്നാൽ അയാൾ നിഗൂഢശാസ്ത്രങ്ങളിൽ വലിയ ജ്ഞാനമുണ്ടാക്കും. ഇപ്രകാരം ബുധൻ ഓരോ ഗ്രഹത്തിനോടുകൂടെ നിൽക്കുമ്പോഴും നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു. ഏതായാലും ബുധൻ്റെ രാശിവശാലുള്ള മെയ് 15 മുതലുള്ള 15 ദിവസത്തേക്കുള്ള മാറ്റമാണ്. മെയ് 31 ബുധൻ തിരിച്ച് മിഥുനത്തിലേക്ക് പോകും, സ്വന്തം ക്ഷേത്രത്തിലേക്ക് പോകും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഓരോ രാശിക്കാർക്കും ഈ ബുധൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ബുധൻ ചാരവശാൽ നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ്, 9ാം ഭാവത്തിലാണ്. 9ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ആ ബുധൻ കന്നിരാശിയുടെ അധിപനാണ്. ആ കന്നിരാശിയുടെ കർമാധിപനാണ്. തൊഴിൽ ചിന്തിക്കുന്നു, തൻ്റെ പ്രിയപ്പെട്ട സഹായികളെ ചിന്തിക്കുന്നു. അപ്രകാരം തന്നെ തൻ്റെ ഒരു വ്യക്തിയുടെ പേഴ്സണലായ എല്ലാ പ്രോസ്പെരിറ്റിയും ചിന്തിക്കുന്നു രാശിയധിപനാകയാൽ. ഈ 9ലെ ബുധൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ബുധോ ധർമ്മകേ ധർമ്മശീല അതിധീമാൻ ഭവേ ദീക്ഷിതോ സ്വർണ്ണുനി സ്നാതക. സ്വർഗംഗയിൽ പോയി കുളിക്കുവാനുള്ള അവസരമുണ്ടാവും. ധാർമ്മികമായ മതപരമായ പ്രവർത്തനങ്ങൾ ചെയ്യാം. തൻ്റെ പിതൃക്കൾക്കൊക്കെ ഈ ഒരു ബുധൻ്റെ സഞ്ചാരകാലം അമാവാസ്യമൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് പിതൃക്കളുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവരുടെ അനുഗ്രഹാശിസുകൾ, പിതൃക്കളുടെ അനുഗ്രഹാശിസുകൾ ലഭിക്കാൻ ഏറ്റവും പര്യാപ്തമാണ് 9ലെ ബുധൻ. കുലോദ്യാതകൻ ഭാനുവത് ഭൂമിപാലാൻ, തന്നെ കുലത്തിന് പ്രകാശമുണ്ടാക്കും. ഇവിടെ പൈതൃകമായ സ്വത്ത് അനുഭവിക്കുക, പൈതൃകമായ ധർമ്മദൈവ സങ്കേതങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, അവിടെ പോവുക, ഇതൊക്കെ തന്നെ തനിക്ക് വളരെ ഗുണമായി സംഭവിക്കുന്നതാണ്. പ്രതാപാധികോ ബാധകോ ദുർമുഖാന. പലപ്പോഴും ദുർമുഖന്മാരെ, ശല്യക്കാരെ തൻ്റെ നയചാതുര്യത്തിലൂടെ ബുധൻ നയചാതുര്യത്തെ ഉണ്ടാക്കുന്ന ഗ്രഹമാണ്. അവരുമായി സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ പാകപ്പെടുത്തിയെടുക്കാം. പലപ്പോഴും ബ്രോക്കണായിട്ടുള്ള ബന്ധങ്ങൾ വിളക്കിച്ചേർക്കാൻ കന്നിരാശിക്കാർക്ക് വലിയൊരു അവസരം വരും. സ്വന്തം പ്രശ്നമായാലും അന്യരുടെ പ്രശ്നമായാലും, അല്ലെങ്കിൽ ഭൂമിപരമായ വിവാദങ്ങളുണ്ടെങ്കിൽ നല്ലൊരു ബ്രോക്കറാണെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് നയിക്കുവാനുള്ള ദിനങ്ങളാണ് മുന്നിലുള്ള ഈ 15 ദിനങ്ങളെന്ന് അറിയുക. നന്നായി ധർമ്മദൈവത്തിലേക്ക്, വിളക്കിലേക്ക് എണ്ണാതിരി മാല വഴിപാടായി സമർപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ നല്ലൊരു 15 ദിവസത്തെ കാലം പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ കന്നി രാശിക്കാർക്ക് നമസ്തേ.